പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 21 മുതൽ 22 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. ആ ദാസൻ തിരിച്ചു വന്ന് യജമാനനെ വിവരം ധരിപ്പിച്ചു. ഗൃഹനാഥൻ കോപിച്ച് ദാസനോട് പറഞ്ഞു, നീ വേഗം പട്ടണത്തിൻ്റെ തെരുവുകളിലും ഊടുവഴികളിലും ചെന്ന് ദരിദ്രരെയും വികലാംഗരെയും കുരുടരെയും മുടന്തരെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവരിക. അനന്തരം ആ ദാസൻ പറഞ്ഞു, യജമാനനെ, നീ കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു. ഇനിയും സ്ഥലമുണ്ട്. ഈശോ വിരുന്നിൻ്റെ ഉപമ നമുക്ക് വിവരിച്ചു തരുമ്പോൾ അതിൽ വളരെ ഹൃദയസ്പർശിയായ ചില ഭാഗങ്ങൾ ഇതുതന്നെയാണ്. ഒരുക്കപ്പെട്ട വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ വരാതിരുന്നപ്പോൾ യജമാനൻ തൻ്റെ ദാസനെ പറഞ്ഞയക്കുന്നത് പട്ടണത്തിലെ തെരുവുകളിലേക്കും ഊടുവഴികളിലേക്കുമാണ്. കാരണം സന്തോഷിക്കുവാൻ യാതൊരു വകയുമില്ലാത്ത ദരിദ്രരെയും വികലാംഗരെയും മുടന്തരെയും കൂട്ടിക്കൊണ്ടുവരുവാനാണ് യജമാനൻ ദാസനെ പറഞ്ഞയക്കുക. ഈ ലോകത്തിൽ എല്ലാം ആസ്വദിക്കുന്ന, ജീവിതം ആഘോഷിക്കുന്നവരെ അല്ല കർത്താവിന് ആവശ്യം. സന്തോഷിക്കാൻ വകയില്ലാതെ അർഹരല്ല എന്ന് സ്വയം കരുതുന്ന പാവങ്ങൾക്കാണ് കർത്താവ് ഈ വിരുന്ന് ഒരുക്കുന്നത്. എനിക്ക് യാതൊരുവിധ അർഹതയുമില്ല, ആർക്കും വേണ്ടാത്തവനാണ് ഞാൻ, തഴയപ്പെട്ടവളാണ് ഞാൻ എന്നൊക്കെ നമ്മൾ നമ്മെക്കുറിച്ച് തന്നെ പറയുമ്പോൾ ഈശോയ്ക്ക് നമ്മളോട് പറയാൻ ഒന്നേ ഉള്ളൂ, നിനക്ക് എത്രയൊക്കെ കുറവുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ആവശ്യം നിന്നെയാണ്. എൻ്റെ ക്ഷണത്തിനും സ്നേഹത്തിനും അർഹത നിനക്കാണ്. നമ്മുടെ നഷ്ടങ്ങളും പരാജയങ്ങളും രോഗപീഠകളും കോട്ടങ്ങളും അറിയുന്ന കർത്താവ് ഇന്ന് നമ്മളെയും തൻ്റെ വിരുന്നിലേക്ക് വിളിക്കുന്നുണ്ട്. നമ്മുടെ ഭാരങ്ങളെ, കടബാധ്യതകളെ, തൊഴിലില്ലായ്മയെ, രോഗങ്ങളെ സ്വന്തം തോളിൽ ഏറ്റുവാങ്ങി ഈശോ നമ്മളോടും പറയുന്നു, എനിക്ക് നിന്നെ വേണം എന്ന്, എനിക്ക് നിന്നെയാണ് ആവശ്യമെന്ന്. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മളെ മുഴുവനായി കൊടുക്കാം. നമ്മളെ ആവശ്യമുള്ള കർത്താവിൻ്റെ സ്നേഹം ഇന്നും നമുക്കായി കാത്തിരിക്കുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.